വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അവിമസ് ആണ് മക്കളെ. നമ്മുടെ റെയിൻബോ പീപ്പിൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു അല്ലേ. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് എത്ര എണ്ണം കറക്റ്റ് ആക്കാൻ പറ്റി എന്നുള്ളത് താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ഡിഡ് ദ വില്ലേജേഴ്സ് വെയർ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി? നമ്മുടെ സ്റ്റോറിയുടെ തുടക്കത്തിൽ, റെയിൻബോ പീപ്പിൾ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ തുടക്കത്തിൽ വില്ലേജേഴ്സ് ഏത് തരത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്? ഓപ്ഷൻ എയില് സിമ്പിൾ വൈറ്റ് ക്ലോത്ത്സ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളാണോ? ഡാർക്ക് ബ്ലൂ യൂണിഫോം ആയിരുന്നോ? ബ്രൈറ്റ് റെഡ് ആയിട്ടുള്ള ഡ്രസ്സായിരുന്നോ? കളർഫുൾ ആയിട്ടുള്ള പാറ്റേൺ ഒക്കെയുള്ള ഡ്രസ്സായിരുന്നോ? തുടക്കത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് വില്ലേജ് ഭയങ്കര കാമാണ്, പീസ്ഫുൾ ആയിട്ടുള്ള വില്ലേജ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. സോ ആ ചിത്രത്തിൽ തന്നെ നമുക്ക് ആദ്യമേ കാണാം റിബൺസ് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അവരുടെ വസ്ത്രം? സിമ്പിൾ വൈറ്റ് ക്ലോത്ത്സ് ആയിരുന്നു അല്ലെ, വളരെ ലളിതമായിട്ടുള്ള വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു അവർ ധരിച്ചിരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഹൗ ഡിഡ് ദ വില്ലേജേഴ്സ് ലീവ് ടുഗദർ ബിഫോർ ദ കളർഫുൾ റിബൺസ് അറൈവ്ഡ്? പല നിറത്തിലുള്ള റിബണുകൾ വരുന്നതിന് മുമ്പ് വില്ലേജേഴ്സ് എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അവരുടെ ജീവിതം എങ്ങനെയാണ് നയിച്ചിരുന്നത്? ഓപ്ഷൻ എയില് പീസ് ആൻഡ് ഹാർമണി, സമാധാനപരമായിട്ടും ഒത്തൊരുമയോട് കൂടിയിട്ടായിരുന്നു അവർ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. സ്മോൾ ഐസൊലേറ്റഡ് ഹട്ട്സ്, ഓരോ ചെറിയ ചെറിയ ഷെഡുകളിലായിട്ട് അവർ മാറി മാറി ഒറ്റപ്പെട്ടാണോ താമസിച്ചിരുന്നത്? കോൺസ്റ്റന്റ് ഡെയിലി കോൺഫ്ലിക്റ്റ്, എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ചിട്ടായിരുന്നു അവർ താമസിച്ചത്. സെപ്പറേറ്റ് കളർ ഗ്രൂപ്പ്സ്, പല നിറത്തിലുള്ള ഗ്രൂപ്പുകളായിട്ടാണോ? റിബണുകൾ വരുന്നതിന് മുമ്പ് അവർ എങ്ങനെയാണ് താമസിച്ചിരുന്നത് എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കണേ. സോ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? നമുക്കറിയാം റിബൺസ് വരുന്നതിന് മുമ്പ് അവർ ഭയങ്കര പീസ് ആൻഡ് ഹാർമണിയിലായിരുന്നു അല്ലെ, വളരെ സമാധാനപരമായിട്ട് എല്ലാവരും ഒന്നിച്ചൊക്കെ ഗ്യാദർ ചെയ്തിട്ട് മണ്ണിലൊക്കെ ഇരിക്കുന്നതായിട്ട് നമ്മൾ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. സോ ഓപ്ഷൻ ഇ ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഇവന്റ് caused the villagers to start separating into different group? എന്തോ ഒരു കാര്യം സംഭവിച്ചപ്പോഴാണ് ആ വില്ലേജേഴ്സ് പല പല ഗ്രൂപ്പുകളായിട്ട് മാറിയത് അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പായിട്ട് അവർ സെപ്പറേറ്റഡ് ആവാൻ തുടങ്ങിയത്. ഓപ്ഷൻസിൽ എന്തൊക്കെയുണ്ട്? സെർച്ചിങ് ഫോർ ഫ്രഷ് വാട്ടർ, വെള്ളം തെരഞ്ഞു പോയപ്പോഴാണോ അവർ ഗ്രൂപ്പായി പോയത്? ഫൈൻഡിങ് കളർഫുൾ റിബൺസ്, കളർഫുൾ ആയിട്ടുള്ള റിബണുകൾ കിട്ടിയതിന് ശേഷമാണോ? ബിൽഡിങ് എ സെൻട്രൽ റോഡ്, ഒരു റോഡ് നിർമ്മിച്ചതിന് ശേഷമാണോ? വില്ലേജ് ലാൻഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വില്ലേജിലുള്ള സ്ഥലത്തിന് വേണ്ടിയിട്ട് വഴക്കടിച്ച ശേഷമാണോ? എങ്ങനെയാണ് അവർ വേർപിരിഞ്ഞു പോയത്? നമുക്കറിയാം കളർഫുൾ റിബൺസ് വന്നതിന് ശേഷമാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വൈ ഡിഡ് ദ വില്ലേജേഴ്സ് ബിൽഡ് ഹൈ വാൾ അറൌണ്ട് 4 corners? 4 കോർണറിനും ചുറ്റും അവർ വലിയ മതിലുകൾ പണിതത് എന്തുകൊണ്ടാണ്? ഓക്കെ, അവര് 4 ഓരോ വോൾസ് കിട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരുന്നു? ടു പ്രൊട്ടക്ട് ദിയർ ഹോം ഫ്രം ഹെവി വിൻഡ്, കാറ്റ് വരുന്നത് കൊണ്ടായിരുന്നോ? അതോ ട്രേഡേഴ്സിൽ നിന്ന്, കച്ചവടക്കാരിൽ നിന്ന് അവരുടെ നിധികൾ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? റിബണിന്റെ കളേഴ്സ് ആയിട്ട് അവർ സെപ്പറേറ്റഡ് ആയതായിരുന്നോ? വൈൽഡ് ആനിമൽസിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നോ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? യെസ്, ഓപ്ഷൻ സി ആണ് അല്ലെ. അടുത്ത ചോദ്യം, വാട്ട് മിറാക്കിൾ ഒക്കേർഡ് വെൻ വില്ലേജേഴ്സ് ടൈഡ് ഓൾ ദെയർ സെപ്പറേറ്റ് റിബൺസ് ടുഗദർ? എല്ലാ വില്ലേജേഴ്സും അവരുടെ റിബണുകൾ ഒന്നിച്ച് കെട്ടിയപ്പോൾ എന്തോ ഒരു അത്ഭുതം നടന്നു എന്ന് പറയുന്നുണ്ട്, എന്തോ ഒരു മിറാക്കിൾ നടന്നു എന്ന് പറയുന്നുണ്ട്. ആ അത്ഭുതം എന്തായിരുന്നു? ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ഗോൾഡൻ പാലസ്, ഒരു കൊട്ടാരം വന്നോ? അതോ ഒരു വലിയ മരം അവിടെ വളർന്നോ? അതോ ഒരു വലിയ നദി അതിലും വഴി ഒഴുകിയോ? അതോ ഒരു നല്ല റെയിൻബോ മഴവില്ല് വിരിഞ്ഞോ? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ കറക്റ്റ് ആൻസർ എന്നുള്ളത് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഇത് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തിട്ട് അവർക്ക് എത്ര എണ്ണം കറക്റ്റ് ആക്കാൻ പറ്റിയെന്ന് അവരോട് ചോദിക്കുക കേട്ടോ. സോ ഇതുപോലെ അടിപൊളിയായിട്ട് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാനായിട്ട്, രസകരമായിട്ട് പഠിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ പ്രാണ ബാച്ച്. പ്രാണ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഓക്കെ, ആൻഡ് ഇതുപോലെയുള്ള യൂട്യൂബ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. യൂട്യൂബിലെ വീഡിയോസും ലൈവുകളൊക്കെ നമുക്ക് തികച്ചും ഫ്രീ ആണ് കേട്ടോ. അത് മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, ഐ ലവ് യു ഓൾ.